ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ പ്രേക്ഷക ഹൃദയങ്ങൾ ഏറ്റെടുത്ത ഇരുകൈ നീട്ടി സ്വീകരിച്ചൊരു കണ്ടസ്റ്റൻ്റാണ് DJ സിബിൻ. യാതൊരു കണ്ടന്റും ഇല്ലാതെ ഉറങ്ങിക്കിടന്നിരുന്ന ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വൈൽഡ് കാർഡ്, ഒരു ഉത്തമനായ പോരാളി കയറി ആ ഒരു ബിഗ് ബോസ് വീട് ഇളക്കി മറിക്കണേ എന്ന് പല സമയത്തും പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം 6 വൈൽഡ് കാർഡുകളിൽ ഏറ്റവും സ്ട്രോങ് ആയ DJ സിബിൻ എന്ന കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നു. പിന്നീട് നമ്മൾ കണ്ടത് അത്ഭുതകരമായ ഗെയിമുകളായിരുന്നു. തൻ്റെ എതിരാളി ആരാണോ താൻ ടാർഗറ്റ് ചെയ്യുന്നത്, ആരെയാണോ ആ എതിരാളികൾക്കെതിരായി ബിഗ് ബോസ് വീട്ടിലെ വീട്ടിലുള്ള എല്ലാ ഹൗസ് മേറ്റ്സിനും തിരിക്കാൻ DJ സിബിൻ എന്ന സ്ട്രോങ് കണ്ടസ്റ്റൻറ്റിന് കഴിഞ്ഞു. അതിനുശേഷം ഒരു വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ പറയുന്നത് കേട്ട് തകർന്ന് തരിപ്പണമായി പോകുന്ന സിബിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം തനിക്ക് പരിഗണന ലഭിക്കാത്ത ഈ ഒരു ഷോയിൽ തുടരാൻ താല്പര്യമില്ല, ഞാൻ മാനസികമായി ഇവിടെ തകർന്നു പോയിരിക്കുകയാണ്, പക്ഷേ എനിക്കിത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഷോ എന്ന് പറയുന്നത് എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നത് എനിക്കറിയാം. പക്ഷേ എൻ്റെ മാനസികാരോഗ്യത്തിന് ഞാൻ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷോയിൽ നിന്നും എനിക്ക് പോവണം എന്ന് കേണപേക്ഷിക്കുന്ന ഒരു സിബിനെ നമുക്ക് കാണാൻ സാധിച്ചു. ശേഷം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം നമ്മുടെ ജാൻമണിയെ കൊണ്ട് അർജുനെതിരായി തിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ആ സമയത്ത് തന്നെ സായിയോട് സിബിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ജാൻമണി എന്ന ടൂളിനെയാണ് അർജുനെതിരായി കണ്ട ഏറ്റവും വലിയ ഒരു മത്സരാർത്ഥി എന്നത്. പക്ഷേ ജാൻമണി എവിക്റ്റായി പോയതിനു ശേഷം ഇനി ആരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? അന്നേരം സായി പറയുന്നത് നമുക്ക് കണ്ടെത്താം, ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയെ നമുക്ക് കണ്ടെത്താം എന്നുള്ള ഒരു ഉറപ്പും സായി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഗെയിമിലേക്ക് ഇറങ്ങി വരാനാണ് സത്യത്തിൽ സിബിൻ ശ്രമിച്ചത്. പക്ഷേ അവിടെയും അദ്ദേഹം പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ബിഗ് ബോസ് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം, ഞാൻ അത്രയധികം അപ്സെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന മട്ടിലായിരുന്നു സത്യത്തിൽ സിബിൻ അവിടെ സംസാരിച്ചത്. അതിനുശേഷം വീണ്ടും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് സിബിനെ വിളിക്കുന്നു. അതിനുശേഷം സിബിൻ പറയുന്നുണ്ട്, 1% സാധ്യതയുണ്ടെങ്കിൽ, ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ബിഗ് ബോസ് ഞാൻ തിരിച്ചു വന്നിരിക്കും, ഇത് ഉറപ്പാണ് എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് സിബിൻ പോകുന്നത്. ആ സമയത്തും ബിഗ് ബോസ് പറയുന്നുണ്ട്, ശരി എങ്കിൽ അങ്ങനെ ആയിക്കോളൂ, തീർച്ചയായും നിങ്ങൾ തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ പോകുന്നു. പിന്നീട് നമ്മൾ കണ്ടത് സിബിനെ കണ്ണുകെട്ടിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്ത് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ആ സമയത്തും പ്രേക്ഷകർ അത്രയധികം ആഗ്രഹിച്ചിരുന്നു 2 ദിവസമെങ്കിലും കഴിഞ്ഞ് തൻ്റെ മാനസിക നിലയെല്ലാം ശരിയായി, മാനസികാരോഗ്യം എല്ലാം വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളത്. കാരണം പ്രേക്ഷകർ അത്രയധികം സിബിൻ എന്നുള്ള ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്നും സിബിൻ പുറത്തു പോയിരിക്കുന്നു. സിബിൻ ഇന്ന് രാവിലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തും. ഒരിക്കലും മടങ്ങി വരാത്ത വിധം ബിഗ് ബോസ് വീട്ടിൽ ഇനി ഒരിക്കലും അദ്ദേഹം മടങ്ങി വരില്ല എന്ന കാര്യം തീർച്ച തന്നെയാണ്. പക്ഷെ അദ്ദേഹം പുറത്തു പോയി എന്നറിഞ്ഞപ്പോഴും പലരും സീക്രട്ട് റൂമിലായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വരും 2 ദിവസം കഴിഞ്ഞിട്ട് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിലേക്ക് വരും എന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ എല്ലാ അഭിപ്രായങ്ങളെയും തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത്. നമുക്ക് 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും വ്യാപിക്കുന്ന ഒരു ഇൻഫർമേഷനാണിത്. എന്തായാലും അദ്ദേഹം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. എന്തായാലും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6-ന് ഒരു തീരാ നഷ്ടം തന്നെയാണ്. അത്രയും ശക്തനായ ഒരു പോരാളിയായിരുന്നു, അത്രയും ശക്തനായ ഒരു മത്സരാർത്ഥിയായിരുന്നു അദ്ദേഹം. ഇനി ഒരിക്കലും ഒരു വൈൽഡ് കാർഡായിട്ടോ റീ എൻട്രി ആയിട്ടോ ഒന്നും തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങി വരില്ല. അപ്പോഴും പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു, ഇത് അദ്ദേഹത്തിൻ്റെ ഡ്രാമയാണ്, അദ്ദേഹത്തിന് പുറത്തുള്ള കാര്യങ്ങൾ അറിയാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നാടകമാണ് ഈ ഒരു കാട്ടിക്കൂട്ടലും പ്രഹസനങ്ങളും എല്ലാം എന്ന്. പക്ഷേ ഇനിയിപ്പോൾ അദ്ദേഹത്തെ അത്രയധികം പറഞ്ഞിരുന്ന പ്രേക്ഷകർ ഇനി എന്തു മറുപടി പറയും എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിയാണ്, ഇതൊരു ഗെയിം ഷോയാണ്, ഒരു റിയാലിറ്റി ഷോയാണ്. അതുകൊണ്ട് തന്നെ പല തന്ത്രങ്ങളും പല മത്സരാർത്ഥികളും ഇവിടേക്ക് മെനയും. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അത് നാടകമാണോ ഡ്രാമയാണോ അത് സത്യസന്ധമായ കാര്യമാണോ എന്നുള്ളത് മനസ്സിലാക്കാനേ സാധിക്കും. അദ്ദേഹം ഇത്രയധികം മാനസിക നില തെറ്റിയ രീതിയിൽ ആ ഒരു ബിഗ് ബോസ്
വീട്ടിൽ നിൽക്കുമ്പോഴും പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ നാടകമാണ്, ഡ്രാമയാണ് എന്ന് അഭിപ്രായപ്പെടുന്നവർ ഒന്ന് മാത്രം മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയാണ് ഇത്തരത്തിൽ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തായാലും ശരിയാണ്, നമ്മൾ അനുഭവിക്കാത്ത കഥകളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് സിബിൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാവരും അത് ഡ്രാമയാണ്, നാടകമാണ്, അദ്ദേഹത്തിന് പുറത്തുള്ള കാര്യങ്ങൾ അറിയാനുള്ള ആ ഒരു ത്വരയാണ് എന്നുള്ള അവകാശവാദങ്ങളുമായി മുന്നോട്ട് വന്നത്. എന്തായാലും ഇന്ന് രാവിലെ അദ്ദേഹം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തും. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്നും ഇനിയൊരു തിരിച്ചുവരവ് DJ സിബിൻ എന്നുള്ള ഒരു കണ്ടസ്റ്റൻറ്റിന് ഇല്ല. നല്ലൊരു ഭാവി ആശംസിക്കുന്നു. എന്തായാലും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി